നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവാഹത്തിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പ്രതിശ്രുത വധു വരനും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ജീവനൊടുക്കിയ സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുമായി യുവതിയുടെ കുടുംബം. വിവാഹ നിശ്ചയം കഴിഞ്ഞ മുതൽ പ്രതിശ്രുത വരൻ വീട്ടിലേക്ക് വിളിച്ചിരുന്നുവെന്നും ഞങ്ങളെല്ലാവരോടും സംസാരിക്കുമായിരുന്നുവെന്നും സ്നേഹപൂർവ്വമായ പെരുമാറ്റമായിരുന്നു യുവാവിന്റേതെന്നും രണ്ടുപേർക്കുമിടയിൽ സൗന്ദര്യപ്പിണക്കം ഉണ്ടായിരുന്നത് പോലും കരുതുന്നില്ല എന്നുമാണ് യുവതിയുടെ പിതാവ് പറയുന്നത്. ഈ വർഷം ഡിസംബർ 26-ന് വിവാഹം നടക്കേണ്ടിയിരുന്ന പ്രതിശ്രുത വധൂവരന്മാർ ഇരിട്ടി വിളമന അമ്പലത്തട്ടിലെ വി അമലും പൂച്ചക്കാട് കിഴക്കേക്കര കാടാമ്പള്ളിയിലെ പി അനുശ്രീയുമാണ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തത്. സ്റ്റേറ്റ് ബാങ്ക് ഉദ്യോഗസ്ഥരായ ഇവരിൽ അനുശ്രീ കർണാടക ഹുൻസൂരിലെ താമസസ്ഥലത്തും അമൽ എറണാകുളത്തെ ലോഡ്ജിലുമായിരുന്നു ജീവനൊടുക്കിയത്. അവർ തമ്മിൽ യാതൊരുവിധ പ്രശ്നങ്ങളില്ലെന്നും എന്ത് സന്തോഷത്തോടു കൂടിയാണ് അവൾ സംസാരിച്ചത്, പിന്നെ എന്ത് സംഭവിച്ചുവെന്ന് അറിയുന്നില്ല. കഴിഞ്ഞ ദിവസം ഹുൻസൂറിൽ ആത്മഹത്യ ചെയ്ത കാഞ്ഞങ്ങാട് പൂച്ചക്കാട്ടെ അനുശ്രീയുടെ അച്ഛൻ ചന്ദ്രനാണ് ഈ വാക്ക് പറഞ്ഞത്. വിവാഹ നിശ്ചയം കഴിഞ്ഞ മുതൽ അമൽ വീട്ടിലേക്ക് വിളിക്കും. ഞങ്ങളോട് എല്ലാം വളരെ സ്നേഹത്തോടു കൂടിയാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. സ്നേഹപൂർവ്വമായ പെരുമാറ്റമായിരുന്നു അവൻ്റേത്. രണ്ടുപേർക്കുമിടയിൽ സൗന്ദര്യപ്പിണക്കമുണ്ടോ എന്ന് പോലും കരുതിയിരുന്നില്ല എന്നും അദ്ദേഹം പറയുകയാണ്. ബുധനാഴ്ച രാവിലെ അമലാണ് ചന്ദ്രനെ വിളിച്ച് അനുശ്രീ ഫോൺ എടുക്കുന്നില്ല എന്ന വിവരം അറിയിക്കുന്നത്. അനുശ്രീ എന്തെങ്കിലും കടുംകൈ ചെയ്താൽ താൻ ജീവിച്ചിരിക്കില്ലെന്ന് അമൽ അപ്പോൾ തന്നെ പറഞ്ഞിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. തുടർന്ന് അനുശ്രീയുടെ വീട്ടുകാർ ഈ ഹുൻസൂറിലെ അയൽവാസികളെ വിവരം അറിയിക്കുകയായിരുന്നു. ഹുൻസൂരിൽ നിന്നുള്ള ദുരന്ത വാർത്ത അറിഞ്ഞ ഉടൻ ചന്ദ്രൻ അമലിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണം ഉണ്ടായില്ല. തുടർന്ന് അമലിന്റെ വീട്ടുകാരെ വിവരം അറിയിക്കുകയായിരുന്നു. അവർ എറണാകുളത്തുള്ള സുഹൃത്ത് വഴി നടത്തിയ തെരച്ചിലിൽ അമലിനെ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു.